അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ബദറിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി ഹിജറ പോകുന്നതായ സന്ദർഭമാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനെ വധിക്കാൻ വേണ്ടി വന്ന് തിരിച്ച് മക്കയിലേക്ക് തന്നെ മടങ്ങി. അവരിങ്ങനെ യാത്ര തുടരുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കുറേ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുൻപിലോടും, കുറേ പിൻപോട്ടോടും, കുറേ ഇരു സൈഡിലേക്കും ഓടും. മാലക്കയ അബൂബക്കർ, അങ്ങേക്ക് എന്താണ് അബൂബക്കറെ സംഭവിച്ചത്? ഒന്നുമില്ല നബിയെ. എന്തിനാണ് അങ്ങേ പിഞ്ചു മക്കളെ പോലെ ഓടിക്കളിക്കുന്നത്? ഒന്നുമില്ല നബിയെ, ചോരദാഹികളായ ശത്രുക്കൾ നമ്മുടെ പിന്നിൽ വരുന്നുണ്ട്. മരുഭൂമിയിൽ ചതിക്കുഴികൾ പലതും അവർ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. മുൻപിലോ ബാക്കിലോ ഏതെങ്കിലും ദിക്കിലോ വല്ല ചതിക്കുഴികളോ ശത്രുക്കളോ പതുങ്ങിയിരിക്കുന്നെങ്കിൽ ആദ്യം ഞാൻ അതിൽ പോയി വീഴട്ടെ, അങ്ങനെയെങ്കിലും അങ്ങ് രക്ഷപ്പെടട്ടെ. യാ റസൂലല്ലാഹ്, ശത്രുക്കൾ പുറകിലുണ്ട്, വേഗം നടക്ക് നബിയെ എന്ന് പറയുന്നുണ്ട്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചെരുപ്പ് പൊട്ടി. സൗർ പർവ്വതം കയറുന്ന സമയത്ത് വിജനപ്രദേശമാണ്, ഒരു നാൽക്കാലികൾ പോലും അടുക്കാത്ത പ്രദേശം. സൗർ ഗുഹ ഇങ്ങനെ കയറുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പുകൾ പൊട്ടിപ്പോയി. യാ റസൂലല്ലാഹ്, ശത്രുക്കൾ പുറകിലുണ്ട് നബിയെ, വേഗം നടന്നാൽ കഴിയില്ല അബൂബക്കറെ, ചെരുപ്പ് പൊട്ടിപ്പോയിരിക്കുകയാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനെ ഇങ്ങനെ എടുത്ത് തോളിലേറ്റി എന്നാ പറയുന്നത്. തോളിലേറ്റി ആ പാവപ്പെട്ട മനുഷ്യൻ സൗർ ഗുഹ കയറി എന്ന് ചരിത്രങ്ങളിൽ കാണാം. ഒരു രസകരമായ ഒരു ചരിത്രമുണ്ട്. വിജനമായ സൗർ ഗുഹ അടക്കി ഭരിച്ചിരുന്നത് ഒരു ചിലന്തിയാണ്. വർഷങ്ങളായി താവഴിയായി ചിലന്തിക്ക് ലഭിച്ചതാണ് സൗർ ഗുഹയുടെ അധികാരം. ആ ചിലന്തി അധികായകനായി സൗർ ഗുഹ ഇങ്ങനെ വാഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു മനുഷ്യനും അടുക്കാത്ത സൗർ ഗുഹയിൽ പെട്ടെന്നൊരു അശരീരി. അത് കേട്ട് ചിലന്തി ശ്രദ്ധിക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള മാലാഖമാരാണ്. ചിലന്തി സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തു, ഞാൻ ഇന്നാലിന്ന ആളാണെന്നെല്ലാം പറഞ്ഞു. ആ മാലാഖ പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ അന്ത്യപ്രവാചകർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സന്തത സഹചാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഈ ഗുഹയിലെത്തും. നീ അവർക്ക് സംരക്ഷണം ഒരുക്കണം. അല്ല, എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ ഗുഹയിൽ വരുന്നത്? ഒരാൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് വരുന്നത്? അതോ മക്കയിലുള്ള കിങ്കരന്മാരായ ഖുറൈശികൾ അല്ലാഹുവിൻ്റെ റസൂലിനെ വധിക്കാൻ വേണ്ടി ഊരി ചുറ്റുകയാണ്. നീ അവർക്ക് സംരക്ഷണം നൽകണം. അൽഹംദുലില്ലാഹ്, എൻ്റെ പ്രവാചകർക്ക് ഒരു നേരത്തെ സംരക്ഷണം നൽകാൻ എനിക്ക് സാധിച്ചല്ലോ. ചിലന്തി വളരെ സന്തോഷപ്പെട്ടു പോയി. അല്ലാഹുവിൻ്റെ റസൂലും പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബറും സൗർ ഗുഹയിലേക്ക് കയറി കഴിഞ്ഞാൽ നീ ഗുഹയുടെ മുൻഭാഗത്തായി നിന്റെ വീടൊരുക്കണം. വളരെ ധൃതിയിൽ നീ വല കെട്ടണം. അതെല്ലാം ഏറ്റു. ചരിത്രത്തിൽ പറയുന്നുണ്ട്, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല എല്ലാം നൽകിയ പ്രവാചകനാണ്. എല്ലാവരോടും സംസാരിക്കാൻ കഴിയുന്ന പ്രവാചകനാണ്. അദ്ദേഹത്തിൻ്റെ സദസ്സിൽ അന്ത്യപ്രവാചകർ ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഒരു സർപ്പം മഹാനായ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, ആ പ്രവാചകനെ ഞാൻ എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്? പ്രവാചകന്റെ ഔസാഫുകൾ, പ്രവാചകന്റെ ശ്രേഷ്ഠതകൾ വിശദീകരിച്ച് മഹാനായ സുലൈമാൻ നബി മറന്നുപോയപ്പോൾ ആ പ്രവാചകനെ എനിക്കുമൊന്ന് കാണണമെന്ന് പറയുന്നുണ്ട് സർപ്പം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സർപ്പത്തിനോട് പറഞ്ഞു, നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ സർപ്പം എന്ന് പറയുന്ന ജീവി അതൊരുപാട് വർഷം അതിന് ആയുസ്സുണ്ടത്രേ. നിനക്ക് പ്രവാചകരെ കാണണമെന്നുണ്ടെങ്കിൽ നീ യമനിൻ്റെ തെക്കേ ഭാഗത്തുള്ള സൗർ ഗുഹയിൽ പോയിരിക്കണം. വർഷങ്ങൾ ഒരുപാട് കഴിയുമ്പോൾ പ്രവാചകനും സന്തത സഹചാരി അബൂബക്കർ സിദ്ദീഖും ആ ഗുഹയിൽ വരും.
നോക്കൂ നിങ്ങൾ, ഇതെല്ലാം അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളാണ്. അള്ളാഹു ദുനിയാവിനെ സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ പ്രവാചകന് വേണ്ടിയാണ്. എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ മുകളിൽ മാത്രമാണ്. ഒരു ഇല ഇനങ്ങുന്നത് പോലും അള്ളാഹു തീരുമാനിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ തീരുമാനമില്ലാതെ ഒരു ഇല ഇനങ്ങാനോ നമുക്കൊന്ന് ചലിക്കാനോ കൈകൾ പൊന്തിക്കാനോ കൈകൾ താത്താനോ കഴിയുന്നതല്ല. എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് അള്ളാഹു തആല സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണർത്തി കൊടുക്കുന്നത് സൗർ ഗുഹയിൽ അള്ളാഹുവിൻ്റെ റസൂലും സിദ്ദീഖുൽ അക്ബർ തങ്ങളും വരുമെന്ന്. അതുകൊണ്ട് എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം കൂടി ഈ ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഈ സർപ്പം അങ്ങനെ പോവുകയാണ്. സർപ്പം അങ്ങനെ പോയിട്ട് സൗർ ഗുഹയിൽ താമസം ആരംഭിക്കുകയാണ്. രാത്രി ഒരുപാട് വൈകിട്ടാണ് സൗർ ഗുഹയിൽ അള്ളാഹുവിൻ്റെ റസൂലും സിദ്ദീഖുൽ അക്ബർ തങ്ങളും എത്തുന്നത്. സൗർ ഗുഹ മനുഷ്യവാസമില്ലാത്ത സ്ഥലമാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ കിടത്തി ആ സമയം തന്നെ ചിലന്തി അവിടെ ഒരു മനോഹരമായ വല സൃഷ്ടിക്കുകയാണ്. ശത്രുക്കൾ സൗർ ഗുഹയുടെ മുകളിൽ വരെ വന്നു. അവർ ഒന്ന് താഴേക്ക് നോക്കിയെങ്കിൽ മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും പ്രിയപ്പെട്ട ഹബീബോരെയും കാണുമായിരുന്നു. പക്ഷെ ഈ ചിലന്തി വല കെട്ടിയ ഗുഹയ്ക്കുള്ളിൽ ആളുകൾ എങ്ങനെയാ കയറിപ്പോകുന്നത്? അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ചിലന്തി വല നശിക്കുമായിരുന്നു. പ്രാവുകൾ മുട്ടയിട്ട് അടയിരിക്കുന്നത് കണ്ടു. മനുഷ്യവാസമുള്ള ഇടത്ത് എങ്ങനെയാണ് പ്രാവുകൾ മുട്ടയിട്ട് അടയിരിക്കുന്നത്? അതുകൊണ്ട് ഒരിക്കലും ഇവിടെ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ശത്രുക്കൾ തിരിച്ചുപോയി. അല്ലാഹു തആല ഒരാൾക്ക് ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും കഴിയില്ല. ചരിത്രം അങ്ങനെ മുൻപോട്ട് ഗമിക്കുകയാണ്. പ്രിയമുള്ളവരെ, രാത്രിയുടെ യാമങ്ങളിലാണ് അള്ളാഹുവിൻ്റെ റസൂലും പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളും സൗറിൽ പാർക്കുന്നത്. പ്രഭാത സമയം സൂര്യകിരണങ്ങൾ പ്രിയപ്പെട്ട ഹബീബിൻ്റെ പുന്നാര പൂവദനത്തിൽ മുത്തം വെച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് കണ്ണ് തുറന്നു. പ്രിയപ്പെട്ട സിദ്ദീഖുരുടെ മടിയിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ കിടക്കുന്നത്. വളരെ ക്ഷീണിതനായി അള്ളാഹുവിൻ്റെ റസൂൽ രാത്രിയുടെ യമങ്ങളിൽ സൗർ ഗുഹയിൽ ഉറങ്ങിപ്പോയി. എഴുന്നേറ്റ് നോക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബറിൻ്റെ മടിയിലാണ്. സിദ്ദീഖുൽ അക്ബർ വളരെ ക്ഷീണിതനാണ്, വളരെ പ്രയാസം സഹിക്കുന്നുണ്ട്. തുണി പകുതിയോളം കീറിയിരിക്കുന്നു. യാ അബൂബക്കർ, എന്താണ് പറ്റിയത്? എന്തിനാണ് അങ്ങ് വേദന സഹിക്കുന്നത്? എങ്ങനെയാണ് അങ്ങയുടെ തുണി ഇത്രയും കീറിപ്പോയത്? യാ റസൂലല്ലാഹ്, ഈ സൗർ ഗുഹ ആളുകൾ താമസമില്ലാത്ത സ്ഥലമാണ്. ഇവിടെ ഒരുപാട് പൊത്തുകളും പോടുകളും ഉണ്ട് നബിയെ. അത് മറയ്ക്കാൻ വേറൊന്നും ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഉടുത്ത തുണി കീറി അതിലോരോ പൊത്തുകളിലും വെച്ച് ഞാൻ മറച്ചത് യാ റസൂലല്ലാഹ്. അവസാനം മറയ്ക്കാൻ ചെറിയൊരു ഭാഗം കൂടെ ഉണ്ടായിരുന്നു റസൂലല്ലാഹ്. പക്ഷേ അത് മറയ്ക്കാൻ എനിക്കൊന്നും ലഭിച്ചില്ല. അത് കാരണം ഞാൻ എൻ്റെ കാൽവിരൽ വെച്ച് മറിച്ചു നബിയെ. പക്ഷേ വല്ലാത്ത വേദന ഇപ്പോൾ ആ വിരലിന്. ആ വിരലെടുത്ത സമയത്ത് അതിലൊരു സർപ്പം കൊത്തിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ആ സർപ്പത്തിനോട് ചോദിച്ചു, നീ എന്തിനാണ് എൻ്റെ അബൂബക്കർ സിദ്ദീഖിനെ, പ്രിയപ്പെട്ട എൻ്റെ തോഴനെ നീ കൊത്തിയത്? യാ റസൂലല്ലാഹ്, ഞാൻ വേണമെന്ന് കരുതിയിട്ടല്ല നബിയെ. എനിക്കറിയാം അങ്ങയുടെ സന്തത സഹചാരിയാണ്, സൗറിലെ കൂട്ടുകാരനാണ്. ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ നോവിക്കാൻ വേണ്ടിയിട്ടില്ല നബിയെ. ഞാൻ സുലൈമാൻ നബിയുടെ കാലത്ത് ജീവിച്ച ഒരു സർപ്പമാണ്. അങ്ങയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് സൗർ ഗുഹയിൽ വർഷങ്ങളായി വന്നിരിക്കുന്നു. ഇപ്പോൾ അങ്ങ് വന്നു എന്നറിഞ്ഞപ്പോൾ ഒരു നോക്കെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വർഷങ്ങളായി കാത്തിരിക്കുന്നത്. പക്ഷേ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അത് തടഞ്ഞപ്പോൾ ആ വിഷമം കൊണ്ട് ആ കാലം എടുക്കാൻ വേണ്ടി ഞാൻ കൊത്തിപ്പോയതാണെന്ന് പറഞ്ഞ ആ സർപ്പത്തിന് വരെ അള്ളാഹുവിൻ്റെ ഹബീബിനോട് എത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്നു. എല്ലാം പ്രിയപ്പെട്ട ഹബീബ്. എല്ലാവരും മടങ്ങുന്നത് ഹബീബിലേക്ക്. നാം ഒരു നന്മ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിൻ്റെ റസൂലിന് സന്തോഷമാണ്. ഒരു തിന്മ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ പ്രവാചകൻ വിലപിക്കുകയാണ്. പ്രിയമുള്ളവരെ, ചരിത്രം ഇങ്ങനെ മുൻപോട്ട് ഗമിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വരും എപ്പിസോഡുകളിൽ ഇനിയും നമുക്ക് ചർച്ചകൾ നടത്താനുണ്ട്. നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.